ഇവിടെ ചിലർ പറയുന്നത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാലും അവിടെ വെച്ച് തന്നെ പ്രതികരിക്കണം. ഈ പറഞ്ഞ ആളെ അവിടെ വെച്ച് തന്നെ ഈ ആരെങ്കിലും എന്താ പറയണ്ടേ ലൈംഗികമായ ഒരു അതിക്രമം നടത്തുകയാണെങ്കിൽ ബസ്സിലൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളിങ്ങനെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യരുത്, അവിടെ തന്നെ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കണം, പിന്നെ പോലീസിൽ അറിയിക്കണം, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അപ്പോഴും ഒരു കാര്യം ഓർത്തോണം, വീഡിയോ റെക്കോർഡ് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇതിന് തെളിവില്ലെന്നും പറഞ്ഞ് പ്രശ്നമാവും. അത് ഇതിനൊക്കെ പ്രശ്നമാവും. വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവരവരുടെ റിസ്കിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആയാലും കോടതിയും പറഞ്ഞിട്ടില്ല, പോലീസും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല വീഡിയോ ഒന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ പറയുമ്പോൾ ഇതേപോലത്തെ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യണം. നമുക്ക് പുറത്ത് രാജ്യങ്ങളിൽ ഈ ഡെവലപ്ഡ് കൺട്രീസിലൊന്നും ഇങ്ങനത്തെ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടല്ല, അല്ല അങ്ങനത്തെ സംഭവങ്ങൾ നടക്കാത്തതുകൊണ്ടല്ല. പക്ഷെ ഒരു മീഡിയയിൽ അത് റിപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലെ അയാളുടെ പടം വെച്ചുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിലൊക്കെ. അവിടെ ഒന്നും അങ്ങനെയല്ല. അവിടെ പക്ഷേ വേറെ വ്യത്യാസമുള്ളത്, അവിടെ ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. വളരെ കുറച്ച് പ്രാവശ്യം എല്ലാ അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ അവരുടെ ആ ഒരു സിസ്റ്റം അതിനകത്ത് അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുക, ടൈറ്റായിട്ട് മോണിറ്റർ ചെയ്യുക, അയാൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാതിരിക്കുക. ഇനി അഥവാ ഇറങ്ങി പോയാൽ എന്ത് ചെയ്യണമെന്ന് വരെ അവർക്ക് നല്ല ധാരണ ഉണ്ടാവും, അവിടുത്തെ ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിന് അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. മാനസിക രോഗ പ്രശ്നമുള്ള ആൾക്കാരെ ഒട്ടും പരിഗണിച്ചിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇവിടുത്തെ ലോയിലൊന്നും ഇതിനെ എല്ലാം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, പീഡനം, ബലാത്സംഗം എന്നൊക്കെ പറയുന്ന രീതി മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ക്രൈമായിട്ടൊക്കെ കാണുന്നത്. ഇതൊരു മാനസിക നില തെറ്റിയ അവസ്ഥ തന്നെ. ഇതിൻ്റെ എക്സ്ട്രീം കേസിലാണ് തള്ളയുടെ നന്നരൊക്കെ തലവടിച്ച് പൊട്ടിച്ച് കൊല്ലുന്നതൊക്കെ. അപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നീ ആജീവനാന്ത കാലം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും ലോക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അടുത്ത 6 തല പൊട്ടിക്കുമെന്ന് പറയാൻ പറ്റാത്ത ആൾക്കാർ. അതേപോലെ ഒന്ന് കൊണ്ടിടേണ്ട ടൈപ്പ് ഒരു സാധനവും ഈ പറഞ്ഞ ശിംജിതയോ ആ കൊച്ചിൻ്റെ ഭാഗത്തില്ല. അത് അങ്ങനത്തെ ഇൻറ്റൻഷനോട് ചെയ്തിട്ടില്ല. അതിന് പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ചെറിയ പ്രശ്നമുണ്ട്. ചെറിയതല്ല, ഭയങ്കര പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ടാണ് അയാൾ ഈ സ്വയം മരിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റും, അബ്നോർമലായിട്ടുള്ളൊരു കണ്ടീഷനുള്ള ഒരാളാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആൾ കാരണമാണ് അയാൾ മരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ ആരും കാരണം ആരെയും ഒന്നും അങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പോൾ ചെയ്യുന്ന ആളുകളുടെ അത്രയും എന്താ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. വേറൊരാളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇവിടെ നിന്ന് ഒരാൾ പോയി ചാടുകയോ തൂങ്ങുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ആരുടെ കുഴപ്പമാണ്? എല്ലാത്തിനും ഇങ്ങനെ സംഭവിച്ചത് ലോകത്ത് ഇവിടുത്തെ ഈ കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്ക്. രാഹുൽ മാങ്കൂട്ടം 10 പ്രാവശ്യം ഇത് ചെയ്തു, ചെയ്തു. അതുപോലെ തന്നെ സിദ്ദിഖ്, ഇവരൊക്കെ എന്തോ വേടൻ, എല്ലാവർക്കും എതിരെ ഇത്തിരി കേസുകളെ കിടക്കുന്നു. ഇതിൽ മോശം അതൊക്കെ. വേടനൊക്കെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞ് പിടിപ്പിച്ച് അതിനിടയ്ക്ക് കഞ്ചാവ് എന്ന് പറയുന്നു, ഏതാണ്ടൊക്കെ കാണിക്കുന്നു. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ അത്രയും മാക്സിമം എല്ലാവരോടും, അതും ഗവൺമെൻറ് സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഉപദ്രവം ഉണ്ടായിരിക്കുന്നത്. കുറച്ച് കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് കാണിച്ച്, പുലിയുടെ നഖമുണ്ട്, എന്തൊക്കെ കള്ളത്തരങ്ങൾ പോലീസ് തന്നെ ഉണ്ടാക്കി വെച്ച്, ആനക്കൊമ്പ് ഉണ്ടെന്നും പറഞ്ഞ് മോഹൻലാൽ എത്ര കൊല്ലമായിട്ട് നടക്കുന്നു. പിന്നെ മന്ത്രിമാരുടെയൊക്കെ പീഡന കഥ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും കിട്ടുന്ന കണ്ടതല്ലേ. അപ്പോൾ ഈ നാട്ടിൽ ഇത് നമ്മൾ കേട്ടത് കൊണ്ട് പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നാണക്കേടും ഇല്ല. പിന്നത്തെ പ്രശ്നം ഇനി അത് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോൾ ഞാനാണെങ്കിലും ഇത് തന്നെ ഒരു കുറച്ച് ദിവസം ഇതൊക്കെ പറഞ്ഞ് എല്ലാവരും നടക്കും, അത് കഴിയുമ്പോൾ എന്നെ മറന്നു പോകും. അതിപ്പോൾ എന്നെ പീഡിപ്പിച്ചാലും അത് തന്നെ സംഭവിക്കത്തുള്ളൂ, ഞാൻ പീഡിപ്പിച്ചാലും ഇതാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലുള്ള വീഴ്ചകളും ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസക്കുറവും കൊണ്ടാണ് ആൾക്കാർ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ മരിച്ചു എന്ന് പറയുന്നതിനകത്ത് പിന്നെ ഒരു കർശനം കൂടെ വരുത്താം. ഇത് കേസ് കൊടുത്തിരുന്നതിൽ അയാൾ തിരിച്ച് പേടിച്ച് മരിച്ചാണ്. പോലീസ് വരുന്നു എന്ന് പറയുന്ന സമയത്ത് അയാൾ പേടിച്ചിട്ട് മരിക്കും. അപ്പോഴും അയാളെ പോകാൻ പോകുന്ന സെയിം സാധനമാണ്. അയാൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അല്ലാതെ അയാൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമല്ല, വീഡിയോയുടെ ബാക്കി എന്തുണ്ടാവുമെന്നും കൂടെ അയാൾ ആലോചിക്കാതൊന്നും ഇങ്ങനെ തീരുമാനത്തിലെത്തത്തില്ല. അതെന്തൊരു ചിന്തയാണ്, ഇങ്ങനെ ചിന്തിക്കുന്നത്? അയാൾക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, അയാളുടെ മാനം പോകുന്നത് അവിടെയും കൂടെ. ഈ വീഡിയോ ഒരെണ്ണം വന്നത് കൊണ്ടൊന്നും അത് തീരുന്നില്ലല്ലോ, ഇനിയും കിടക്കുമല്ലോ, പണി തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പം തന്നെ ആൾ തീരുമാനിച്ചു ഇനി രക്ഷയിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ നാടാ അത്. എല്ലാവരുടെയും ഒരുപോലത്തെ ഉത്തരവാദിത്തമല്ല. വീഡിയോ ഒന്നും ആരും കാണുന്നില്ലെങ്കിലോ അവിടെ ഇത് കൊള്ളാം. എന്തെല്ലാം വീഡിയോ ആൾക്കാർ വേറെ പലരുടെ എടുത്തിരുന്നു, എല്ലാവരും ഒന്ന് മരിക്കുവാണോ? അല്ല, അത് ചില വിഷയങ്ങൾ, ഇവിടെ പ്രത്യേകിച്ച് സ്ത്രീ വിഷയമാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഈ നാടിൻ്റെയും കൂടെ കുഴപ്പം. ഇവിടുത്തെ എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് താല്പര്യത്തിലുള്ള ആളുടെ വാർത്തയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാരൊക്കെയാണ് മറ്റേ പാർട്ടിക്കാർ മാക്സിമം ഉപയോഗിക്കും.
പിന്നെ ഇപ്പോൾ എന്നെയൊക്കെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി കിട്ടിയാൽ മതി, അവന്മാരെ എങ്ങനെയാലും ഒന്ന് ജയിലിലിടണം, എടുത്തിട്ട് ഇടിക്കണം എന്നൊക്കെ കരുതിയല്ലേ എല്ലാവരും ജീവിക്കുന്നത് ഇവിടെ. എല്ലാവരും അല്ല, എന്നെ ഇഷ്ടമല്ലാത്ത സകല ആൾക്കാർക്ക് ഒരു താല്പര്യമുണ്ട് ഇതൊക്കെ കണ്ടാൽ കൊള്ളാം. പിന്നെ എന്തോ ഭാഗ്യത്തിനെന്ന് പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ അധികം ആവശ്യമില്ലാത്ത പരിപാടിക്കകത്ത് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഇനി അഥവാ എന്തെങ്കിലും ചെയ്താലും ചിലപ്പോൾ അപ്പോൾ അത് അങ്ങനെയൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അങ്ങനെ പിടിച്ചിരിക്കുന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയേക്കാം. എന്തിനാ ആദ്യം പറയുന്നത് മോഹൻലാലിൻ്റെ കേസുവിന് എന്തൊക്കെയാണ് മീഡിയാസ് അടിച്ചു വിട്ടത്, കിട്ടിയവരൊക്കെ കൂടെ എന്തോരം മെനക്കെട്ടു, ഭയങ്കര സന്തോഷമില്ലാന്നോ. അതൊക്കെ അവർ മാക്സിമം ട്രൈ ചെയ്തു നാണം കെടുത്താനായിട്ട്. മാനഹാനി ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ പോലീസ് നടത്തിയത്, ഭീഷണിപ്പെടുത്തുക, വെറുതെ ഭയങ്കര സീനുണ്ട്. അതിൻ്റെ ജയിലിലൊക്കെ കിടക്കുന്നത് ഫോട്ടോ പ്രചരിപ്പിച്ച പോലീസ്, അല്ലാതെ ഷിംജിതേ പോലെ ബസ്സിൽ നിന്ന ആൾക്കാരൊന്നുമല്ലോ. അതിനൊന്നും ഒരു കുഴപ്പമില്ലാത്തത്, അതും ഇതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാനിതിനെ കാണുന്നതിനകത്ത് ഈ ഇടുന്നതിനകത്ത് ആ ഒരു തകരാറേ ഉള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞ് ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനകത്ത് മറ്റേയുടെ ഭാഗത്താണ് ആ സാധനം. അയാളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആ തീരുമാനം അയാളെടുത്തത് അയാളുടെ സ്വയം തീരുമാനം തന്നെയാണ്. ആ തീരുമാനത്തിന് നമ്മൾ ബഹുമാനിക്കണം അല്ലേ. അതിന് ഷിംജിതയ്ക്കതിനകത്ത് റോളില്ലെന്നേ. ഇത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ ഉള്ളവർ അപ്പോഴും ഏതോ പഴയ കാലത്തെ മണ്ടത്തരങ്ങളൊക്കെ ആലോചിച്ച് സൈക്കാട്രിക് കണ്ടീഷൻസ് അറിയത്തില്ല ആളുകൾക്ക്. ഈ തീരുമാനിച്ച ആൾ എന്തുകൊണ്ട് തീരുമാനിച്ചെന്ന് ചോദിച്ചാൽ അത് ഇതുകൊണ്ട് മാത്രമൊന്നും അല്ല തീരുമാനിക്കുന്നത്. ഈ ഒരാൾ കൊണ്ടല്ല തീരുമാനം, ആ വ്യക്തിയിലല്ല പ്രശ്നം ഇരിക്കുന്നത്, ആ പ്രവൃത്തിയിലും ആ പ്രവൃത്തിയോട് സമൂഹവും നിയമവും ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളും പ്രതികരിക്കുന്ന ഒരു രീതിയും കൂടെ അയാൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അയാൾക്ക് പിക്ചർ വളരെ ക്ലിയർ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താ. നാളെ മീഡിയക്കാരെല്ലാം വീട്ടിൽ വരും. ഇപ്പം മരിച്ച വീട്ടിൽ വന്നതിനൊക്കെ കൂടുതൽ ആൾക്കാർ വരും. പിന്നെ അതിനൊക്കെ കൂടുതൽ ആൾക്കാർ പലതും പറയാൻ തുടങ്ങും. നാട്ടുകാർ ഭയങ്കരമായിട്ട് മോശം പറയും. അപ്പം മറ്റവർക്ക് റീച്ചും കിട്ടും. എല്ലാവരും പറയുന്ന റീച്ച് കിട്ടുന്നത് അവൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനല്ല, ഇപ്പോഴും റീച്ച് തന്നെ കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം റീച്ച് കിട്ടാൻ വേണ്ടി ഇനിയിപ്പോൾ ആൾ മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അല്ല, കാരണം നമുക്ക് നമ്മുടെ ആവശ്യം റീച്ചും പൈസയൊക്കെ. അതിനകത്ത് ഇപ്പോൾ അപ്പുറത്തേക്കുന്നതും ജീവിച്ചിരിക്കുന്നതോ മരിക്കുന്നതോ ആരും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഒരു രീതിയിലാണോ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ കാര്യങ്ങളും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നല്ല കളിയായി, വെട്ടിക്കൊല്ലുക, ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു, അന്വേചാവുന്നു. ഇതൊക്കെ ഭയങ്കര സർവ്വസാധാരണമല്ലേ. പാർട്ടി കൊലപാതകങ്ങളൊക്കെ കണ്ടല്ലേ. എന്തിനാ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കാരെ ഒരു ബന്ധമില്ലാത്തവർ തമ്മിൽ വെട്ടിച്ചത്തിട്ടില്ലേ? അതൊക്കെ എന്തുതരം കൊലപാതകമോ? രാഷ്ട്രീയ കൊലപാതകമാണ് പോലും. അതെന്ത് കൊലപാതകം അത്രേ ഉള്ളൂ. അതിനകത്ത് രാഷ്ട്രീയമൊന്നും പിന്നെ മറ്റൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഇവിടെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. നേരിട്ട് കൊന്നവർക്കില്ല കുഴപ്പം, അവരൊക്കെ ലാവിഷായിട്ട് നടക്കുന്നു. ഒരുത്തൻ വന്ന് കൊന്നിട്ട് അവന് കുഴപ്പമില്ല. ഇത് വീഡിയോ എടുത്തപ്പോൾ മറ്റേയാൾ മരിക്കുന്ന പോലും ഒരു പ്രതീക്ഷയില്ലാത്ത, ഒരു കേരളം മുഴുവൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല, അതുപോലെ ആ കൊച്ചും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചു. ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ചെയ്താൽ ഇതൊക്കെ തന്നെ സംഭവിക്കാൻ. ഒരു 10 പേരിൽ ഒരാൾ ചിലപ്പോൾ മരിച്ചെന്നിരിക്കും, അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി ആരും പോസ്റ്റ് ചെയ്യരുത്, വീഡിയോ എടുക്കാതിരിക്കുകയും ചെയ്യരുത് കേട്ടോ. വീഡിയോ എവിഡൻസ് ആയിട്ട് എടുത്തേ പറ്റത്തുള്ളൂ, എല്ലാം തിരിഞ്ഞു വരും. ഇതിന് ഈ പറഞ്ഞൊരു പെണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, അവൾ മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയും. അതുകൊണ്ട് വീഡിയോ എടുക്കാതിരിക്കരുത്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പ്രശ്നം ഉണ്ടായിക്കോണം. കണ്ടക്ടർ, ബസ് ഡ്രൈവർ പോലീസ് സ്റ്റേഷനിലോട്ട് വണ്ടി വിടണം. അത് പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ വണ്ടി വിടണം, അല്ലേ പോലീസ് അവിടെ വരണം, അല്ലാതെ ഇവനെ വിടാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ ട്രിപ്പിനകത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇനി പിന്നെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ഇങ്ങനെയുള്ളവരെ കയറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രത്യേകം പുറകിലത്തെ സീറ്റിൽ മാത്രം ഇരുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായി? അങ്ങനെയുള്ളൊരു സീറ്റ് ഇരുത്തിയാൽ മതി ഇവരെ, ഇങ്ങനത്തെ അറിയാവുന്നവരാണെങ്കിൽ. ഇപ്പോൾ ഈ പറഞ്ഞ സവാദിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ ഫ്രണ്ടിൽ ഇരിക്കാൻ സമ്മതിക്കരുത് കണ്ടക്ടർമാർ. മലയാളികൾക്കെല്ലാം അവനെ അറിയാവുന്നതാണ്. അവനോട് പറഞ്ഞാൽ എഴുന്നേറ്റ് പുറകെ പോയിരിക്കണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ.